ഈ ഹോസ്പിറ്റലിൽ നമ്മൾ പോകുമ്പം എപ്പോഴും റഷായിട്ട് ആൾക്കാർ മൂവ് ചെയ്യുന്നൊക്കെ കണ്ടിട്ടില്ലേ? നഴ്സസ് ആണെങ്കിലും അതെന്താ അങ്ങനെ? ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു റഷല്ലേ, അതായത് നഴ്സസും ഡോക്ടേഴ്സും ഒക്കെ ആ ഒരു എൻറ്റയർ അറ്റ്മോസ്ഫിയർ ഒരു റഷ് ആവുന്നതല്ലേ? അത് എന്താണെന്ന് നിനക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നീ ഈ ഒരു സീരീസ് കാണണം. ആകെ 2 എപ്പിസോഡ് മാത്രമുള്ള ഒരു സീരീസാണ്. HBO Maxൽ സ്ട്രീമിംഗ് അവൈലബിൾ ആണ്. ഉടായ്പ സീരീസ് വല്ലതും ആണോ ഇവിടെ? ചുമ്മാ സമയം കളയോ നീ? ഇത് ഉടായ്പ സീരീസ് ഒന്നുമല്ല, നീ കണ്ടു നോക്ക്. ആദ്യത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് 53 മിനിറ്റ് മാത്രം നീളമുള്ളൂ. രണ്ടാമത്തെ എപ്പിസോഡ് 50 മിനിറ്റേ നീളമുള്ളൂ. സോ നിനക്ക് കണ്ടു നോക്കാവുന്നതാണ്. സിനിമയുടെ സ്റ്റോറി ഞാൻ പറയാം, അപ്പോഴേലും നിനക്ക് മനസ്സിലാവുമല്ലോ. സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ദ പിറ്റ് എന്നാണ് ഈ ഒരു സീരീസിൻ്റെ പേര്. ദ പിറ്റ് എന്ന് പറയുന്ന ആ ഒരു ടീമിൽ വരുന്ന ഡോക്ടർ റോബിയുടെ കൂടെയുള്ള സ്റ്റുഡൻറ്റ് ഡോക്ടേഴ്സും ഇൻറ്റേൺസും ഒക്കെ ഒരു പേഷ്യൻ്റ് എങ്ങനെയാണ് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന ടൈം തൊട്ട് അവരുടെ ആ ഒരു തോട്ട്സും അനാലിസിസും ഈ ഒരു കൂട്ടം ആൾക്കാരുടെ, അതായത് ആ ഒരു ടീമിലുള്ള ഡോക്ടേഴ്സിൻ്റെയും കോ ഡോക്ടേഴ്സിൻ്റെയും ഇൻറ്റേൺസിൻ്റെയും സ്റ്റുഡൻറ്റ് ഡോക്ടേഴ്സിൻ്റെയും എല്ലാം അനാലിസിസും അവരുടെ ആ ഒരു റൗണ്ട്സും അവരെങ്ങനെയാണ് ഓരോ ട്രീറ്റ്മെൻറ്റും അവർ പ്രൊഡിക്റ്റ് ചെയ്യുന്നതും ആ ഒരു ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരുന്ന ഒരു സീരീസാണ്. ഡേ കൂടുതലായിട്ട് കുഴപ്പിക്കാതെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ഞാൻ കുഴപ്പിക്കുന്നൊന്നുമല്ല. നിനക്ക് വേണമെങ്കിൽ നീ കണ്ടു നോക്ക്. നല്ലൊരു സീരീസാണ്. ഞാൻ നിനക്ക് മസ്റ്റ് വാച്ച് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന സീരീസാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് തന്നെ, സീരീസിൻ്റെ ഹൈലൈറ്റ് ആണ് നീ ചോദിക്കുന്നതെങ്കിൽ 7 തൊട്ട് 8 മണി വരെ നടക്കുന്ന സംഭവമാണ് ആദ്യത്തെ എപ്പിസോഡിൽ. രാവിലെ 8 തൊട്ട് 9 മണി വരെ നടക്കുന്നത് രണ്ടാമത്തെ എപ്പിസോഡ്. പക്ഷേ ഇത്രയും സംഭവങ്ങളാണ് ഒരു ഹോസ്പിറ്റലിൽ ആ ഒരു മൂഡിനനുസരിച്ച് നടക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു മേക്കിംഗ് തന്നെ അതിൻ്റെ ഒരു മികച്ച വശമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടൈം ഫ്രെയിമിലാണ് ഇത്രയും സംഭവങ്ങൾ നടക്കുന്നത്, ഇത്രയും കോംപ്ലക്സ് ഡിസിഷൻസ് അവരെടുക്കുന്നത്, അത്രയും ആക്ടിവിറ്റീസ് നടക്കുന്നത്. സോ അതൊക്കെയാണ് സീരീസിൻ്റെ ഒരു വലിയ ഹൈലൈറ്റ്. ഓക്കെ.